ഹായ് everyone, this is GB Sebastian and welcome to GB's classes. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസൻ്റെ പേര് ദി സുനാമി എന്നാണ്. TSUNAMI. അതിൽ ടി സൈലൻ്റ് ആണ് അവിടെ. സുനാമി എന്നാണ് പറയുന്നത്. സുനാമി സെക്കൻഡ് ലെസനാണ്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സുനാമി എന്ന് നേരത്തെ കേട്ട് കാണും. അതായത് കടലിലെ തിരമാലകൾ വലിയ ഉയരത്തിൽ പൊങ്ങി ആ തിരമാലകൾ വന്ന് കരയിലോട്ട് അടിക്കുന്നതാണ്. ഭയങ്കര ശക്തിയോടെ കരയിലോട്ട് അടിക്കുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. നേരത്തെ സുനാമി വന്നിട്ടുണ്ട്. ഇന്ത്യയും ആൻഡമാൻ നിക്കോബാറും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, തായ്ലൻഡും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ സുനാമി വന്ന് ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. 2004 ഒരു ഡിസംബർ 26 അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ബിഫോർ യു റീഡ്, ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ആ മാപ്പ് ഒന്ന് നോക്കാനാണ് പറയുന്നത്. ഇത് ഈ കാണുന്നത് നമ്മുടെ വേൾഡ് മാപ്പാണ്. ഇതിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ സൈഡിൽ ഇവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉള്ളത്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, അതായത് ഇന്ത്യയുടെ കിഴക്ക് സൈഡിലാണ്, ഈസ്റ്റ് സൈഡിലോട്ടാണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉള്ളത്. അതിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് ഈ മുകളിൽ കാണുന്നത് ആൻഡമാൻ ഐലൻഡ്സും താഴെ ഉള്ളത് നിക്കോബാർ ഐലൻഡ്സുമാണ്. മുകളിലത്തെ ആൻഡമാനും താഴെ ഉള്ളത് നിക്കോബാറും രണ്ടും കൂടിയിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലെ ആൻഡമാൻ ഐലൻഡ്സിൽ നോക്കുമ്പോൾ ഇത് നോർത്ത് ആൻഡമാനാണ്. നോർത്ത് സൈഡിലുള്ളത് നോർത്ത് ആൻഡമാൻ. ഇപ്പോൾ മിഡിലുള്ളത് മിഡിൽ ആൻഡമാൻ. പിന്നെ താഴെയുള്ള പാർട്ട് എന്ന് പറയുന്നത് ലോവർ ആൻഡമാൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ അവിടെയായിട്ട് ഇതിൻ്റെ ക്യാപിറ്റൽ ഉണ്ട്, പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ തലസ്ഥാനം, പോർട്ട് ബ്ലെയർ. പിന്നെ അത് അതിൻ്റെ താഴെ ആൻഡമാൻ സീ കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, അതിനെ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്നു. ലിറ്റിൽ ആൻഡമാൻ, നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പിന്നെ ലിറ്റിൽ ആൻഡമാൻ. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഷൻ, ഇത് രണ്ടും ഇന്ത്യൻ ഓഷനിൽ തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ നിക്കോബാർ ഐലൻഡ്സിൽ ഈ മുകളിലത്തുള്ളത് കാർ നിക്കോബാർ. ആദ്യം കാണുന്ന ഒരു ചെറിയ ഐലൻഡാണ് കാർ നിക്കോബാർ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇവിടെ താഴെ വരുമ്പോൾ അതിൻ്റെ ഇടയിലും ചെറുതുണ്ട്, അത് കുറച്ച് വലിയതായിട്ട് തരാസ എന്ന ഐലൻഡാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ താഴെയാണ് കച്ചൽ KATCHALL കച്ചൽ ഐലൻഡ്. ഈ കാണുന്നതാണ് കച്ചൽ ഐലൻഡ്. അതിൻ്റെ അപ്പർ സൈഡിൽ കാണുന്നതാണ് നോൺ കൗറി ഐലൻഡ്. കച്ചൽ ഐലൻഡ്, നോൺ കൗറി ഐലൻഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, കച്ചൽ ഐലൻഡും നോൺ കൗറി ഐലൻഡിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇവിടെ കാണുന്നതാണ് ലിറ്റിൽ നിക്കോബാർ. ലിറ്റിൽ ആൻഡമാനുള്ള പോലെ ലിറ്റിൽ നിക്കോബാർ. അതുപോലെ തന്നെ ഒരു വലിയൊരു ഐലൻഡ് ഉണ്ട്, അതിനെ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നു. അതിന് ഗ്രേറ്റ് നിക്കോബാർ, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ലിറ്റിൽ നിക്കോബാർ, പിന്നെ കച്ചൽ നോക്കി നമ്മൾ, പിന്നെ നോൺ കൗറി, പിന്നെ തരാസ, പിന്നെ കാർ നിക്കോബാർ. അങ്ങനെ അതൊക്കെയാണ് അതിലത്തെ മെയിനായിട്ടുള്ള ഐലൻഡ്സ്. നമുക്കിനി നൗ റീഡ് ദ സെൻറ്റൻസസ് ബിലോ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെൻറ്റൻസായിട്ട്. റീറൈറ്റ് ദ ഇൻകറക്റ്റ് വൺസ് ആഫ്റ്റർ കറക്റ്റിംഗ് ദ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് അതിനെ റീറൈറ്റ് ചെയ്യാണ് പറയുന്നത്. കച്ചൽ ഈസ് എൻ ഐലൻഡ്. കച്ചൽ ഒരു ഐലൻഡ് തന്നെയാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആണോ കച്ചൽ ഇവിടെ കിടക്കുന്നത്? അതൊരു ഐലൻഡാണ്, പക്ഷേ ആൻഡമാൻ ഗ്രൂപ്പിലല്ല. ഏതിലാണ്? നിക്കോബാർ ഐലൻഡ്സിലാണ് കച്ചലുള്ളത്. അപ്പോൾ അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ ഐലൻഡാണത്. നാൻകൗറി ഈസ് ആൻ ഐലൻഡ് ഇൻ ദ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അത് ശരിയാണ്. നാൻകൗറി എവിടെയാണ്? ഈ കാണുന്നതാണ് നാൻകൗറി. നാൻകൗറി ഇറ്റ് ഈസ് ആൻ ഐലൻഡ് ഇൻ ദ നിക്കോബാർ ഐലൻഡ്സ്. നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ ഒരു ഐലൻഡാണത്.
കച്ചൽ ആൻഡ് നൻകോരി ആർ മോർ ദാൻ 100 മൈൽസ് അപ്പാർട്ട്. അധികം ദൂരം ഇല്ലാണ്ട് അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഓക്കെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആർ ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലാണെന്ന് പറയുന്നു. വെസ്റ്റ് സൈഡിലാണോ ഇന്ത്യ ഇവിടെ കിടക്കുന്നത്? ഇന്ത്യയുടെ വെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, പക്ഷേ ഇത് ഈസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്, ഈസ്റ്റിലാണ്. അപ്പോൾ എന്താണ് പറയുക? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആർ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഈസ്റ്റ് സൈഡിലാണ്, കിഴക്ക് സൈഡിലാണ്. ദ നിക്കോബാർ ഐലൻഡ്സ് ആർ ടു ദ നോർത്ത് ഓഫ് ആൻഡമാൻ ഐലൻഡ്. അത് നോർത്തിലല്ല, നിക്കോബാർ ഐലൻഡ്, നിക്കോബാർ താഴെയാണ്. നിക്കോബാറിൻ്റെ നോർത്തിലേക്ക് ഉള്ളതാണ് ആൻഡമാൻ. നിക്കോബാർ അല്ല നോർത്തിലുള്ളത് നമ്മുടെ ആൻഡമാനാണ്. നോർത്തിലുള്ളത് ആൻഡമാനും സൗത്തിൽ നിക്കോബാർ ഐലൻഡ്സുമാണ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച്. ആൻഡമാൻ എവിടെയാണെന്നും ആൻഡമാനിലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ, അതിൽ മെയിനായിട്ടുള്ള ദ്വീപുകളിനെ കുറിച്ചും ഐലൻഡിനെ കുറിച്ചൊക്കെ അതിൻ്റെ പല പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി സുനാമിനെ കുറിച്ചാണ് ഒരു ഇത് പറയുന്നത് ഇവിടെ, ഒരു പാരഗ്രാഫ്. എ സുനാമി ഈസ് എ വെരി ലാർജ് ആൻഡ് പവർഫുൾ വേവ്. വലിയ പവർഫുൾ ആയുള്ള ശക്തിയുള്ള ഒരു തിരമാല. കോസ്ഡ് ബൈ എർത്ത് ക്വേക്ക് അണ്ടർ ദ സീ. കടലിൻ്റെ അടിത്തട്ടില്ലേ, കടലിൻ്റെ അടിയിലും ഭൂമിയുണ്ട്, അവിടെ ഭൂമി കുലുക്കം ഉണ്ടാവും, അവിടെ എർത്ത് ക്വേക്ക് ഉണ്ടാവും. ആ എർത്ത് ക്വേക്ക് ഉണ്ടാവുമ്പോൾ ഈ നമ്മുടെ കടലിലെ തിരമാലകൾ പൊങ്ങി അടിച്ച് പവർഫുള്ളായി ഭയങ്കര ഫോഴ്സിൽ വന്ന് കരയിലോട്ടടിക്കും. അപ്പോൾ അതിനെയാണ് സുനാമി എന്ന് പറയുന്നത്. ഓൺ 26 ഡിസംബർ 2004, ഈ 2004 26 ഡിസംബറിന് 26 ഡിസംബർ സുനാമി ഹിറ്റ് തായ്ലൻഡിനെ ഹിറ്റ് ചെയ്തു. ആൻഡ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് സം പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പല ഭാഗങ്ങളെ ഹിറ്റ് ചെയ്തു. സച്ച് ആസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ ഹിറ്റ് ചെയ്തു. തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങൾ ഹിറ്റ് ചെയ്തു. കുറച്ച് കേരളം അങ്ങനെയുള്ള ആ സ്ഥലത്തൊക്കെ അതിൻ്റെ കുറേശ്ശൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ സുനാമി ഹിറ്റ് തായ്ലൻഡ്, പാർട്സ് ഓഫ് ഇന്ത്യ സച്ച് ആസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് തമിഴ്നാട് കോസ്റ്റ്. ആൻഡ് ഹിയർ ആർ സം ഓഫ് ദ സ്റ്റോറീസ് ഓഫ് ദ കറേജ് ആൻഡ് ദ സർവൈവൽ. കുറേ പേരുടെ കറേജും ധൈര്യത്തെക്കുറിച്ചും അവരുടെ സർവൈവലിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റോറിയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിഡ് ആനിമൽസ് സെൻസ് ദാറ്റ് എ സുനാമി വാസ് കമ്മിങ്? അനിമൽസിന് സുനാമി വരുന്നത് അറിയാൻ പറ്റുമോ? സം സ്റ്റോറീസ് സജസ്റ്റ് ദാറ്റ് ദേ ഡിഡ്. ചില സ്റ്റോറീസ് ഇവിടെ പറയുന്നത് അത് അനിമൽസിന് സുനാമിയൊക്കെ വരുമ്പോൾ അതിനു മുമ്പ് തന്നെ, മനുഷ്യന്മാർക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ അറിയാൻ പറ്റുമെന്ന് ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതെല്ലാം. അപ്പോൾ സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ടഫ് വേർഡ്സ് നോക്കാം നമുക്ക്. ആർക്കിപ്പെലാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ് ആൻഡ് ദ സറൗണ്ടിങ് സീ. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്, ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അതിൻ്റെ ചുറ്റും സമുദ്രമുണ്ട്, സീ ഉണ്ട്. അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ആർക്കിപ്പെലാഗോ. പിന്നെ ട്രെമർ എന്ന് പറഞ്ഞാൽ ഷെയ്ക്കിങ്, എ സ്ലൈറ്റ് ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഷിവറിങ്. എർത്ത് ട്രെമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഷെയ്ക്ക്. എർത്ത് ഷെയ്ക്ക് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്കിൻ്റെ സമയത്ത്, ഭൂമി കുലുക്കത്തിൻ്റെ സമയത്ത് ഭൂമി കുലുങ്ങുന്നതിനെയാണ് ട്രെമർ എന്ന് പറയുന്നത്. ആ കുലുക്കത്തെ, ആ ഷെയ്ക്കിനെയാണ് പറയുന്നത് ട്രെമർ എന്ന്. ക്യാവോസ് ഇങ്ങനെയാണ് സ്പെല്ലിങ്, അതിനെ പ്രൊനൗൺസ് ചെയ്യുക ക്യാവോസ്. കംപ്ലീറ്റ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ. കംപ്ലീറ്റായി ഡിസോർഡർ അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ക്യാവോസ്, കൺഫ്യൂസ്ഡ്. അപ്പോൾ റിലീഫ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ബ്രിങ്ങിങ് ഹെൽപ്പ് ടു പീപ്പിൾ. എക്സാമ്പിൾ ഡ്യൂറിങ് ഫ്ലഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഹെലികോപ്റ്റർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്, അവരെ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് വരുന്ന ഹെലികോപ്റ്റർ, അതിനാണ് റിലീഫ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞത്. ബ്രിങ്ങിങ് ഹെൽപ്പ് ടു പീപ്പിൾ, അവിടെയുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് കൊണ്ടുവരുന്ന ഹെലികോപ്റ്ററാണ് റിലീഫ് ഹെലികോപ്റ്റേഴ്സ്. പിന്നെ റെസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലോട്ട് പോവുക. മൂവ് ബാക്ക് ഫ്രം വെയർ ഇറ്റ് വാസ്. എവിടെയായിരുന്നോ അവിടെ നിന്ന് പുറകിലോട്ട് പോവുക, അതിനെ റെസീഡ് എന്ന് പറയുന്നു. ട്രോമറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി ഷോക്ക്ഡ്, വലിയ ഷോക്ക് അല്ലെങ്കിൽ ഡിസ്ട്രെസ്, വലിയൊരു വിഷമം അല്ലെങ്കിൽ ഷോക്ക്, സ്ട്രെസ്, അതിനെയാണ് ട്രോമറ്റൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം.
കഥയുടെ ആ റിയൽ ഇൻസിഡൻ്റ് ആണത്. അതിനെക്കുറിച്ച് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട്. ദീസ് സ്റ്റോറീസ് ആർ ഓൾ ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആർക്കിപ്പെലാഗോ. ഇത് നമ്മൾ നേരത്തെ നോക്കി. ആർക്കിപ്പെലാഗോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആൻഡ് ദ സറൗണ്ടിങ് സീ. ആൻഡമാൻ നിക്കോബാറും അതിന് ചുറ്റും കിടക്കുന്ന അതിലുള്ള ഐലൻഡ്സും ആ സീയിനെ കുറിച്ച് അവിടെ നിന്നുള്ള സ്റ്റോറിയാണ് ഇതിൽ ഈ പാഠത്തിൽ ഉള്ളത്. ദ സ്റ്റോറീസ് ആർ ഓൾ ഫ്രം ആൻഡമാൻ നിക്കോബാർ ആർക്കിപ്പെലാഗോ. ഇഗ്നീഷ്യസ് വാസ് എ മാനേജർ ഓഫ് എ കോപ്പറേറ്റ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കച്ചൽ. കച്ചലിൽ നമ്മൾ നോക്കി നേരത്തെ കണ്ടു. കച്ചൽ എവിടെയാണെന്നുള്ളത് നിക്കോബാർ ഐലൻഡ്സിലെ ഒരു ഐലൻഡായിരുന്നു കച്ചൽ. കച്ചലിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജറായിരുന്നു ഇഗ്നീഷ്യസ്. ഹിസ് വൈഫ് വോക്ക് അപ്പ് അറ്റ് 6 AM. 6 മണിയായപ്പോൾ അയാളുടെ ഭാര്യ എണീറ്റു, ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ബിക്കോസ് ഷീ ഫെൽറ്റ് എൻ എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്ക് പോലെ തോന്നി. അപ്പോൾ അത് തോന്നിയിട്ടാണ് അയാളുടെ ഭാര്യ എണീറ്റത്. ഇഗ്നീഷ്യസ് കെയർഫുള്ളി ടുക്ക് ഹിസ് ടെലിവിഷൻ സെറ്റ് ഓഫ് ഇറ്റ്സ് ടേബിളിൽ നിന്ന് താഴെ ഇറക്കി വെച്ചു. ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട് സോ ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് ഫോൾ ആൻഡ് ബ്രേക്ക്. അതായത് ടേബിളിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഗ്നീഷ്യസ് ടെലിവിഷൻ സെറ്റിനെ താഴെ ഇറക്കി വെച്ചു, നിലത്തിറക്കി വെച്ചു. അവിടെ നിന്ന് ആണെങ്കിൽ വീഴില്ലല്ലോ, താഴെ പിന്നെ വീഴില്ല, പൊട്ടുമില്ല. ദെൻ ഫാമിലി റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ പുറത്തോട്ട് പോയി. സുനാമി അടിച്ച് കയറി വരുമ്പോൾ വേവ്സ് വന്ന് കരയിലോട്ട് ശക്തിയായിട്ട് അടിക്കുക ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാത്തിനെയും ഒഴുക്കിക്കൊണ്ട് പോകും. അപ്പോൾ വെൻ ട്രെമേഴ്സ് സ്റ്റോപ്ഡ്, ട്രെമേഴ്സ് ആ കുലുക്കം നിന്നു, ആ ഷിവറിങ് ഷെയ്ക്ക്, ഭൂമിയുടെ ഈ ഷെയ്ക്ക് ട്രെമർ നിന്നു, ഭൂമിയിലെ കുലുക്കം നിന്നു. ദേ സോ ദ സീ റൈസിങ്. സീയുടെ ലെവല് മുകളിലേക്ക് പൊങ്ങുന്നത് കണ്ടു. ഇൻ ക്യാവസ് ആൻഡ് കൺഫ്യൂഷൻ, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ടോട്ടൽ കൺഫ്യൂഷൻ. അങ്ങോട്ടും ഭയങ്കര ബഹളവും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആൾക്കാർ. 2 of his children caught hold of the hands of their mother's father. അതായത് ഇഗ്നീഷ്യസിൻ്റെ ഭാര്യ, അതായത് കുട്ടികളുടെ മദേഴ്സ് ഫാദർ, അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ചു ഒരു കുട്ടി. ആൻഡ് മദേഴ്സിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ അങ്കിളുടെ കൈ പിടിച്ചു. അങ്ങനെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈയും അങ്കിളുടെ കൈയും പിടിച്ചുകൊണ്ട് 2 കുട്ടികൾ അവരുടെ കൂടെ പോയി. ആൻഡ് റഷ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞങ്ങൾ പോയ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ പോയത്. ഹി നെവർ സോ ദം അഗെയിൻ. അപ്പം ഇഗ്നീഷ്യസ് പിന്നെ അവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്താ പറഞ്ഞാൽ അവരെ സുനാമി ഒഴുക്കി കൊണ്ടുപോയി. ഹിസ് വൈഫ് വാസ് ഓൾസോ സ്വെപ്റ്റ് അവേ. ഇയാളുടെ ഭാര്യയെയും ആ തിരമാലകൾ ഒഴുക്കിക്കൊണ്ടുപോയി, സുനാമി ഒഴുക്കിക്കൊണ്ടുപോയി. Only the 3 other children who came with him were saved. ഇയാളുടെ കൂടെ വന്ന വേറെ 3 മക്കൾ മാത്രമാണ് സേവായത്, രക്ഷിക്കാൻ പറ്റിയത്. അതായത് ഗ്രാൻഡ് ഫാദർ പോയി, അങ്കിൾ ഒഴുകിപ്പോയി, പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ ഒഴുകിപ്പോയി. അതുപോലെ തന്നെ അമ്മയും വെള്ളത്തിൽപ്പെട്ട് ഒഴുകിപ്പോയി, സുനാമി ഒഴുകിക്കൊണ്ടുപോയി. ഇയാളുടെ കൂടെ വന്ന ഇഗ്നേഷ്യസിൻ്റെ കൂടെ വന്ന 3 മക്കൾ അവരെ മാത്രമാണ് സേവ് ചെയ്യാൻ പറ്റിയത്. സഞ്ജീവ് വാസ് എ പോലീസ്മാൻ. വേറൊരാളുടെ സ്റ്റോറിയാണ്. സഞ്ജീവ് വാസ് എ പോലീസ്മാൻ, പോലീസായിരുന്നു. സെർവിങ് ഇൻ കച്ചൽ ഐലൻഡ് ഓഫ് ദ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡിലെ ഒരു ഐലൻഡാണ് കച്ചലിലായിരുന്നു അയാളുടെ ജോലി. ഹീ സംഹൗ മാനേജ് ടു സേവ് ഹിംസെൽഫ്, ഹിസ് വൈഫ് ആൻഡ് ഹിസ് ബേബി ഡോട്ടർ ഫ്രം ദ വേവ്സ്. അയാൾ എങ്ങനെയോ സംഹൗ മാനേജ് ടു സേവ് ഹിംസെൽഫ്, അയാളെ രക്ഷിച്ചു. അതുപോലെ തന്നെ അയാളുടെ വൈഫിനെ രക്ഷിച്ചു. ഹിസ് ബേബി ഡോട്ടർ, ചെറിയ മകളുണ്ടായിരുന്നു, മകളെയും ഈ വേവ്സിൽ നിന്ന്, ഈ തിരമാലയിൽ നിന്ന്, സുനാമിയിൽ നിന്ന് രക്ഷിച്ചു. ബട്ട് ദെൻ ഹി ഹേർഡ് ക്രൈസ് ഫോർ ഹെൽപ്പ് ഫ്രം ദ വൈഫ് ഓഫ് ജോണിൻ്റെ വൈഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട്, സഹായിക്കാനായിട്ട് കരയുന്നുണ്ടായിരുന്നു. ജോൺ ആരായിരുന്നു? ഗസ്റ്റ് ഹൗസിലെ കുക്കിൻ്റെ ഭാര്യയാണ് കരയുന്നത്. ഗസ്റ്റ് ഹൗസിലെ കുക്കാണ് ജോണിൻ്റെ ഭാര്യ കരയുന്നത് കേട്ടു. അപ്പോൾ സഞ്ജീവ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സഞ്ജീവ് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി ടു റെസ്ക്യൂ ഹർ. ആ ജോണിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. ബട്ട് they were both swept away. 2 പേരെയും തിരമാല ഒഴുകിക്കൊണ്ടുപോയി, സുനാമി ഒഴുകിക്കൊണ്ടുപോയി.
വേറൊരു റിയൽ ഇൻസിഡൻ്റാണ് പറയാൻ പോണത്. 13-year-old മേഘ്ന, 13 വയസ്സുള്ള മേഘ്ന വാസ് സ്വെപ്റ്റ് എവേ അലോങ് വിത്ത് ഹെർ പാരൻസ് ആൻഡ് 77 അതർ പീപ്പിൾ. ഈ മേഘനേൻ്റെ പാരൻസിൻ്റെ കൂടെ മേഘനയും ഒഴുകിപ്പോയി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 77 മറ്റുള്ള ആൾക്കാരും അതിൻ്റെ കൂടെ തന്നെ ഒഴുകിപ്പോയി. ഷീ സ്പെൻറ്റ് 2 days ഫ്ലോട്ടിങ് ഇൻ ദ സീ, ഹോൾഡിങ് ഓൺ ടു എ വുഡൻ ഡോർ. ഒരു മരത്തിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഒരു മരത്തിൻ്റെ വാതിലുണ്ടായിരുന്നു. ആ പാളിയുടെ മുകളിൽ 2 ദിവസത്തോളം ഈ കടലിൽ ഒഴുകി നടന്നു. 11 times ഷീ സോ റിലീഫ് ഹെലികോപ്റ്റേഴ്സ് ഓവർ ഹെഡ്. മുകളിൽ റിലീഫ് ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടു. ബട്ട് ദേ ഡിഡ് നോട്ട് സീ ഹെർ. പക്ഷേ ആ ഹെലികോപ്റ്ററിലവർ ഈ മേഘനയെ കണ്ടില്ല. ഷീ വാസ് ബ്രോട്ട് ടു ദ ഷോർ ബൈ എ വേവ്. ഒരു തിരമാല 2 ദിവസം കഴിഞ്ഞപ്പോൾ മേഘനെ തീരത്തോട്ട് കൊണ്ടുവന്നു, തീരത്തോട്ട് അടുപ്പിച്ചു. ആൻഡ് വാസ് വാക്കിംഗ് ഓൺ ദ സീ ഷോർ ഇൻ എ ഡേയ്സ്. അപ്പോൾ എന്നിട്ട് ഈ മേഘന തീരത്തോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ മേഘനെ കണ്ടത് മേഘന അതിലൂടെ നടക്കുന്നതാണ്. അൽമാസ് ജാവേദ് വാസ് 10-year-old. അതായത് 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് അൽമാസ് ജാവേദ്. വാസ് 10 years old and she was a student of Carmel Convent in Port Blair. പോർട്ട് ബ്ലെയറിലെ കാർമൽ കോൺവെൻറ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ അൽമാസ് ജാവേദ്. വേർ ഹെർ ഫാദർ ഹാഡ് എ പെട്രോൾ പമ്പ്. ആ പോർട്ട് ബ്ലെയറിലാണ് ഈ അൽമാസ് ജാവേദിൻ്റെ ഫാദറിന് ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. ഹെർ മദർ റഹീലാസ് ഹോം വാസ് ഇൻ നാൻകോവറി ഐലൻഡിലാണ് ഈ അൽമാസിൻ്റെ മദറിൻ്റെ വീട്. ആൻഡ് ദ ഫാമിലി ഹാഡ് ഗോൺ ദെയർ ടു സെലിബ്രേറ്റ് ക്രിസ്മസ്. അപ്പോൾ ഇവർ ഈ പോർട്ട് ബ്ലെയറിൽ നിന്ന് മദറിൻ്റെ വീടായ നാൻകോവറി ഐലൻഡിൽ പോയതായിരുന്നു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. വെൻ ദ ട്രെമേഴ്സ് കെയിം ഏർലി ഇൻ ദ മോർണിംഗ് ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ്. അവർ ഉറങ്ങുമായിരുന്നു. അൽമാസ് ഫാദർ സോ ദ സീ വാട്ടർ റിസീഡ് എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പോകുന്നു. സീ വാട്ടർ ഉൾവലിയുന്നു, ഉള്ളിലോട്ട് പോവുകയാണ്. അതായത് തീരത്ത് നിന്ന് ഉള്ളിലോട്ട് സീ പുറകിലോട്ട് പോകുന്നു. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ വാട്ടർ വുഡ് കം റഷിങ് ബാക്ക് വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്. അപ്പോൾ ഈ അൽമാസിൻ്റെ ഫാദറിന് മനസ്സിലായി ഇനി അത് പുറകിലോട്ട് പോയിട്ട് വലിയ ഫോഴ്സോടെ കരയിലോട്ട് വന്നടിക്കുമെന്ന് മനസ്സിലായി. He woke everyone up and tried to rush them to a safer place. എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഒരു സേഫർ പ്ലേസിലോട്ട് അവരെല്ലാവരെയും വേഗം കൊണ്ടുപോയി. ആസ് ദേ റാൻ, അവർ ഓടുകയായിരുന്നു ഒരു സേഫർ പ്ലേസിലോട്ട്. ഹെർ ഗ്രാൻഡ് ഫാദർ വാസ് ഹിറ്റ് ഓൺ ദ ഹെഡ് ബൈ സംതിങ്. അപ്പോൾ ഹെർ ഗ്രാൻഡ് ഫാദർ വാസ് ഹിറ്റ് ഓൺ ദ ഹെഡ് ബൈ സംതിങ് ആൻഡ് ഫെൽ ഡൗൺ. അപ്പോൾ അവർ ഓടുകയായിരുന്നപ്പോൾ ഈ അൽമാസിൻ്റെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ്റെ തലയിൽ എന്തോ കൊണ്ടു, മുത്തച്ഛൻ താഴെ വീണു. അപ്പോൾ ഹെർ ഫാദർ റഷ് ടു ഹെൽപ്പ് ഹിം. അപ്പോൾ അൽമാസിൻ്റെ ഫാദർ, മുത്തച്ഛനാണ് വീണത്, ഫാദർ ഓടിപ്പോയി ആ മുത്തച്ഛനെ പിടിക്കാനായിട്ട്. ആൻഡ് ദെൻ കെയിം ദ ഫസ്റ്റ് ജയൻറ്റ് വേവ് ദാറ്റ് സ്വെപ്റ്റ് ബോത്ത് ഓഫ് ദെം എവേ. അപ്പോൾ ഒരു വലിയൊരു വേവ് വന്നു. ജയൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ വേവ് വന്ന് അവർ 2 പേരെയും ഒഴുകിക്കൊണ്ടുപോയി, ഫാദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും. Alma's mother and aunts stood clinging to the leaves of a coconut tree, calling out to her. അപ്പോൾ ഇവളെ നിലവിളിച്ചുകൊണ്ട് ഈ അൽമാസിൻ്റെ മദറും ആൻറ്റിയും ഒരു കോക്കനട്ട് ട്രീൻ്റെ തെങ്ങിൻ്റെ ഇലയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ക്ലിങ് ചെയ്ത് അതിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. വേവ് അപ്രൂട്ടഡ് ദ ട്രീ. ആ തെങ്ങിനെ തന്നെ, ആ കോക്കനട്ട് ട്രീനെ തന്നെ കടപുഴക്കി. ഒരു വേവ് വന്ന് അതിനെ കടപുഴക്കി. ദേ ടു വേർ വാഷ്ഡ് അവേ. അവരെയും ആ തിരമാല കടലിലോട്ട് കൊണ്ടുപോയി. ആൽമാസ് സോ എ ലോഗ് ഓഫ് വുഡ് ഫ്ലോട്ടിങ്. ഒരു തടിക്കഷ്ണം ഒഴുകി നടക്കുന്നത് കണ്ടു. ഷീ ക്ലൈംഡ് ഓൺ ടു ഇറ്റ്. അൽമാസ് ആ തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കയറി. ദെൻ ഷീ ഫെയിൻറ്റഡ്. അത് കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം പോയി. വെൻ ഷീ വോക്ക് അപ്പ്, കണ്ണ് തുറന്നപ്പോൾ, ബോധം വന്നപ്പോൾ, ഷീ വാസ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ കമോർട്ട എന്ന ഐലൻഡിലെ കമോർട്ട എന്ന സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു അവൾ ബോധം വന്നപ്പോൾ ഉള്ളത്. ആൻഡ് ഫ്രം ദെയർ ഷീ വാസ് ബ്രോട്ട് ടു പോർട്ട് ബ്ലെയർ. അവിടെ നിന്ന് അവളെ പോർട്ട് ബ്ലെയറിലോട്ട് കൊണ്ടുവന്നു.
ദ ലിറ്റിൽ ഗേൾ ഡസ് നോട്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ദ ഇൻസിഡൻറ്റ് വിത്ത് എനി വൺ. ആരുമായിട്ടും ആ ഇൻസിഡൻറ്റിനെ കുറിച്ച്, ആ അപകടത്തെക്കുറിച്ച് പറയാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഡസ് നോട്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ് വിത്ത് എനി വൺ. ഷീ സ്റ്റിൽ ട്രോമറ്റൈസ്ഡ്. ട്രോമറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആണ്, ഷോക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് ആരോടും പറയാൻ താല്പര്യമില്ല, ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർക്കാനും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ആ ഫസ്റ്റ് പാർട്ട്. ഇനി അടുത്ത പാർട്ടിൽ വേറെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.